ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് 24-ന്റെ വാർത്തോദയത്തിലേക്ക് സ്വാഗതം. മോർണിംഗ് വാക്കുമായി ഞാനും ക്രിസ്ത്യനും റെഡിയാണ്. അതെ, അപ്പോ വെരി 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 ഗുഡ് മോർണിംഗ് ആഗോള മലയാളികളെ. 1 മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കി നടക്കി നല്ല മനുഷ്യരാകി. എന്റെ ആരോഗ്യം, മാനസിക ശാരീരിക ആരോഗ്യം എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വാർത്ത ആരംഭിക്കാം, നടത്തം ആരംഭിക്കാം, നല്ല മനുഷ്യരാകാം. അപ്പൊ ഇന്ന് ഡിസംബർ 14 ആയിട്ടില്ല. അത് വൃശ്ചികം 29 യെസ്. ആ കൊല്ലവർഷം 1200, വൃശ്ചികം 29, 2024 ഡിസംബർ 14 ശനിയാഴ്ചയാണ്, ഒരു വീക്കെൻഡ് ആണ്. അപ്പോൾ അതിന്റെ ആലസ്യം ഒന്നും നമുക്കില്ല. കാരണം എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് പ്രധാനപ്പെട്ടത്. ആരോഗ്യം സംരക്ഷിക്കണം, ഒപ്പം വാർത്തകൾ അറിയണം, മിണ്ടണം, വർത്തമാനങ്ങൾ പറയണം, നല്ല കാഴ്ചകൾ കാണണം. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പാക്കേജ് ആണ് മോർണിംഗ് വാക്ക്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മോർണിംഗ് വാക്കിനെ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നല്ലേ, ആ തൊട്ട് പിറകിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ബോർഡ് കാണാം. ഇത് കുന്നറ പാർക്കാണ്, വൈറ്റിലേക്ക് അടുത്തുള്ള കുന്നറ പാർക്ക്. ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വിശേഷങ്ങളുണ്ട്. ഈ പാർക്കിനകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അവിടെ വിസ്മയിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കാം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുന്നു. യെസ്, അപ്പോൾ മോർണിംഗ് വാക്കിലെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകർ ഇതിനോടകം കണ്ടു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കൽ കൂടി വൈകി വന്ന പ്രേക്ഷകരോടാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. കുന്നറ പാർക്കിന് മുന്നിലാണ്. ഇത് വൈറ്റിലേക്ക് അടുത്താണ്. എവിടെയാണ് എക്സാക്ട്ലി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെട്രോയ്ക്ക് താഴെയാണ് അല്ലേ, മെട്രോ ലൈനിന് തൊട്ട് താഴെയാണ്. അപ്പോൾ വൈറ്റിലെ മെട്രോയിൽ നിന്നും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അടുത്തത് മെട്രോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് തൈക്കുടമാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതിനിടയിലുള്ള ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ KMR-ലും ഒപ്പം കൊച്ചി നഗരസഭയും ഒക്കെ ചേർന്ന് നിർമ്മിച്ച് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കുന്നറ പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒപ്പം വാർത്തകളുമുണ്ട്. നമുക്ക് ആദ്യ വാർത്തയിലേക്ക് പോയാലോ? അതെ, ആദ്യ വാർത്ത നമ്മുടെ പുഷ്പ 2-ന്റെ റിലീസുമായി ബന്ധപ്പെട്ട തിക്കും തിരക്കിലും അതിൽപ്പെട്ട യുവതി മരിക്കുന്നു. രേവതി എന്ന യുവതി മരിച്ചതിന് ശേഷം ആ തിക്കിലും തിരക്കിനും കാരണമായത് അല്ലു അർജുൻ ആണെന്ന കേസ് വരുന്നു. അദ്ദേഹം അറസ്റ്റിലാവുന്നു. കഴിഞ്ഞ ദിവസം മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുന്നു, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. അതിന് പിന്നാലെ ഒരു FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അല്ലു അർജുൻ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ അതിൽ നിന്ന് അവിടെ ഒരു അനുകൂല ഉത്തരവ് ഉണ്ടാകുന്നുണ്ട് അല്ലു അർജുന്. പക്ഷേ കോടതിയിൽ ആ ഉത്തരവ് എത്താൻ വൈകുന്നു. അങ്ങനെ ഇന്നലെ ഒരു രാത്രി മുഴുവൻ അല്ലു അർജുൻ ജയിലിൽ കഴിയേണ്ടി വരുന്നു. ഇതാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ പ്രേക്ഷകർക്കും ഇന്നലെ രാത്രി ഒക്കെ അറിഞ്ഞത് ഇതാണ്. ഇനിയിപ്പോൾ എന്താണ് അതിൽ ഇന്നലെ രാത്രിക്ക് ശേഷം എന്ത് സംഭവിച്ചു, നമ്മൾ ഉറങ്ങിയ ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുമായി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും തത്സമയം ചെയ്യുന്നുണ്ട്. റഹീസ്, വെരി 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 ഗുഡ് മോർണിംഗ്. ചെന്നൈയിലെല്ലാം നന്നായി പോകുന്നുവെന്ന് അറിയുന്നു. അപ്പോൾ ഇന്നലത്തെ ആ ഒരു അറസ്റ്റ്, അതിനുശേഷം കോടതി ജഡ്ജി ഒപ്പിട്ട ഉത്തരവ് എത്താനുള്ള ഒരു താമസം, അല്ലു അർജുൻ ഒരു രാത്രി ജയിലിൽ കഴിയുന്നു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നു അല്ലു അർജുൻ ആയാലും ആരായാലും ഒരേ നിയമമാണ്, പ്രതിഷേധങ്ങൾ കടുത്തു കഴിഞ്ഞാലും എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് അല്ലു അർജുൻ പുറത്തിറങ്ങുമോ, എപ്പോഴായിരിക്കും ഈ ജഡ്ജി ഒപ്പിട്ട ഉത്തരവ് എത്തുക, മറ്റു വിവരങ്ങൾ? പ്രജിൻ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. എന്നാലും അല്ലു അർജുൻ ഒരു ദിവസം ജയിലിൽ റഹീസിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അല്ലു അർജുൻ ഇന്നലെ ജയിലിൽ കഴിഞ്ഞ കാര്യം, അല്ലു അർജുൻ്റെ ആ വിഷയം തന്നെ ഇന്നലെ രാഷ്ട്രീയമായൊക്കെ മാറിയിട്ടുണ്ട്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് പ്രതികരണങ്ങൾ ഇന്നലെ അവിടെ വന്നതുമാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായതോടുകൂടി തന്നെ പല കോണുകളിൽ നിന്നും ഈ വിഷയം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. കാരണം അതിലിപ്പോ ഈ അല്ലു അർജുൻ എന്ന് പറയുമ്പോൾ മലയാളികൾക്കും ഏറെ ഇഷ്ടമുള്ള താരമാണ്. മല്ലു അർജുൻ എന്നുകൂടെ ഒരു വിളിപ്പേരുള്ള താരമാണ്. അപ്പോൾ റഹീസ് റെഡിയാണ്. റഹീസെ, തുടരാം. തീർച്ചയായിട്ടും അല്ലു അർജുന് ജയിലിൽ കഴിയേണ്ടി വന്നു. ഇന്നലെ ഒരു ദിവസം, ഒരു രാത്രി മുഴുവൻ ചഞ്ചൽഗുഡ ജയിലിൽ കഴിയേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മേഖലയിലെ. അത് ഹൈക്കോടതി ഇന്നലെ തന്നെ, അതായത് തെലങ്കാന ഹൈക്കോടതി ഇന്നലെ അല്ലു അർജുന് ജാമ്യം നൽകുന്നു. ഒരു ദിവസം ഹൈക്കോടതി ഇന്നലെ അല്ലു അർജുന് ജാമ്യം നൽകുന്നു. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് അല്ലു അർജുൻ ആശ്വാസമായി ഈ ജാമ്യവിധി വരുന്നത്. പക്ഷേ നിയമപ്രകാരം ഈ കോടതിയിൽ നിന്ന് ലഭിച്ച ജാമ്യ ഉത്തരവ് അത് അല്ലു അർജുൻ
ഉള്ള ജയിലിലേക്ക് എത്തിക്കണം, ചഞ്ചൽഗുഡ ജയിലിലേക്ക് എത്തിക്കണം. ആദ്യഘട്ടത്തിൽ അല്ലു അർജുനെ ഇവർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇരുത്തിയിരുന്നത്. ചഞ്ചൽഗുഡ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജയിലിലേക്ക് മാറ്റിയതിനു ശേഷം അവിടെ നിയമം മാറും. സ്വാഭാവികമായിട്ടും ജയിൽ നിയമം അനുസരിച്ച് കൃത്യസമയത്തിനുള്ളിൽ തന്നെ അല്ലു അർജുൻ്റെ അഭിഭാഷകൻ ഈ ജാമ്യത്തിൻ്റെ പകർപ്പ് ഈ ജയിലിൽ എത്തിക്കണം. പക്ഷേ അത് അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞില്ല. അത് ചില ടെക്നിക്കൽ എററുകളാണ്. കോടതിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും ചില വിധികളൊക്കെ ഇങ്ങനെ പുറപ്പെട്ട് വരാനായി അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും അഭിഭാഷകരുടെ കയ്യിൽ ലഭിക്കാനുമൊക്കെ ചില കാലതാമസം എടുക്കും. ചില കേസുകളിലൊക്കെ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്ക് നമ്മൾ കാണുന്നതാണ്, അന്ന് ജാമ്യം ലഭിച്ചാലും പിറ്റേന്നാണ് അവർ പുറത്തിറങ്ങുന്നത്. അത് തന്നെയാണ് അല്ലു അർജുൻ്റെ കാര്യത്തിലും ഉണ്ടായത്. പക്ഷേ അല്ലു അർജുൻ ചെയ്ത കുറ്റത്തിൻ്റെ തോത് അല്ലെങ്കിൽ അദ്ദേഹം അത് എങ്ങനെ ചെയ്തു, ഒരു ബോധപ്രകാരം ഒരു മനഃപൂർവ്വം ചെയ്ത ഒരു കുറ്റമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കേസ് ഏറ്റവും പ്രധാനമാകുന്നത്. കോടതി നിരീക്ഷിച്ചതും അത് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു നടനാണ്. ആ നടന് തൻ്റെ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരാൻ മറ്റാരെ പോലും തന്നെ അവകാശമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു തൻ്റെ അവകാശം നടപ്പിലാക്കിയതിൽ തൻ്റെ റൈറ്റുമായി മുന്നോട്ട് പോയതുമായി ബന്ധപ്പെട്ടാണ് അല്ലു അർജുൻ ഈ വാദങ്ങളൊക്കെ നിരത്തുന്നത്. അതിലൊരു വശത്ത് ഒരു ന്യായവുമുണ്ട്, കഴമ്പുമുണ്ട്. എന്തായാലും മറുഭാഗം ഒപ്പം തന്നെ ഇപ്പോൾ രേവന്ത് റെഡ്ഡി തന്നെ ചോദിക്കുന്നത് നടനായാൽ നിയമം മാറില്ലല്ലോ എന്നുള്ളതാണ്. കാരണം അല്ലു അർജുനോട് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങരുത്, അതൊരു പ്രശ്നമായി മാറും എന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ അത് കേൾക്കാതെ അല്ലു അർജുൻ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു, ആരാധകരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. അതൊരു വലിയ പ്രശ്നമായി മാറുന്നു. അങ്ങനെയാണ് ഒരു അപകടം അവിടെ ഉണ്ടാകുകയും ഒരു സ്ത്രീ മരിക്കുകയും 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെ 6 മണി മുതൽ, ഏതാണ്ട് നമ്മൾ ഈ സംസാരിക്കുന്ന സമയം മുതൽ ഏത് സമയത്തും അല്ലു അർജുൻ പുറത്തിറങ്ങാം. കാരണം ഈ ഒരു പേപ്പർ സാങ്കേതികമായി ജയിൽ സൂപ്രണ്ടിൻ്റെ കയ്യിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തിൽ ബാക്കിയുള്ളത്. അതുകൊണ്ട് ഏത് സമയവും ഈ പേപ്പർ അവിടേക്ക് എത്തിച്ചുകൊണ്ട് ഇവരെ പുറത്തിറക്കാൻ, അല്ലു അർജുനെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് അറിയുന്നത്. രാവിലെ തന്നെ അല്ലു അർജുൻ്റെ കുടുംബാംഗങ്ങൾ പലരും ഇപ്പോൾ ജയിലിന് മുന്നിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഒരു ദിവസം നമ്മുടെ അല്ലു അർജുൻ അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന, പ്രജിൻ. ശരി റഹീസ്, എല്ലാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതെ, എന്തായാലും അല്ലു അർജുന്റെ പടങ്ങളെ മലയാളികൾക്ക് ഇഷ്ടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വരികയായിരുന്നു. എല്ലാ പടങ്ങളും ആ രീതിയിൽ അതിൽ എന്താണ് അതിന്റെ കണ്ടന്റ് അതൊന്നുമില്ല. അല്ലു അർജുന്റെ പെർഫോമൻസ് അത്ര പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ആര്യ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പടങ്ങളും കേരളത്തിൽ വമ്പൻ ഹിറ്റായി മാറി. അതുകൊണ്ട് തന്നെ അല്ലു അർജുന് കേരളത്തിലേക്ക് വരാനും ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. ഇന്നലെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഇന്നലെ ഇപ്പോൾ അറസ്റ്റിന്റെ സമയത്താണെങ്കിലും അതിന് ശേഷം ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയോ അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. അത് തീർച്ചയായിട്ടും അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. അതങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് പ്രേക്ഷകരെ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കാം അല്ലെ. ഇന്നലെ വളരെ വലിയ ട്വിസ്റ്റുകളാണ് ഉണ്ടായത്. അതായത് ഒരു പക്ഷേ അല്ലു അർജുൻ പടങ്ങൾ കണ്ട ആൾക്കാർക്ക് അറിയാം, എപ്പോഴും ട്വിസ്റ്റ് ആണ്. ഓരോ സെക്കൻഡിൽ അടുത്തത് എന്താണ് അല്ലു അർജുൻ ചെയ്യാൻ പോകുന്നത് ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഏതാണ്ട് സമാനമായിരുന്നു ഇന്നലെ അവിടെ അരങ്ങേറിയ കാര്യങ്ങളെല്ലാം. നാടകീയമായി അല്ലു അർജുന്റെ അറസ്റ്റ് വരുന്നു, പിന്നീട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും റിമാൻഡ് ഉത്തരവ് വരുന്നു അല്ലെ. പിന്നീട് അല്പം വെയിറ്റ് ചെയ്യുന്നു. അതേസമയം തന്നെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് അല്ലു അർജുൻ മൂവ് ചെയ്യുന്നു. മറ്റൊരു ട്വിസ്റ്റ്. അപ്പോൾ വീണ്ടും അവിടുന്ന് ജാമ്യ ഉത്തരവ് ലഭിക്കുന്ന അനുകൂലമായി, അത് മറ്റൊരു ട്വിസ്റ്റ്. പക്ഷേ ജാമ്യ ഉത്തരവ് നൽകിയിട്ടും ജയിലിൽ തന്നെ തുടരേണ്ടി വന്നത് മറ്റൊരു ട്വിസ്റ്റ്. അങ്ങനെ ട്വിസ്റ്റുമായാണ് അല്ലു അർജുന്റെ അറസ്റ്റും തുടർന്നുള്ള നാടകീയ രംഗങ്ങളും ഇന്നലെ അരങ്ങേറിയത്. വീട്ടിൽ കയറി പോലീസിന്റെ അറസ്റ്റ്, ജാമ്യത്തിലിറങ്ങി കോടതിയിൽ ജയിച്ചു വരുന്ന നായകൻ, വീണ്ടും അപ്രതീക്ഷിത ട്വിസ്റ്റുകളുടെ പരമ്പര. സിനിമാ സീനിനെ വെല്ലുന്ന രീതിയിലായിരുന്നു അല്ലു അർജുന്റെ ജൂബിലി ഹിൽസിലെ വീട്ടിലേക്ക് ഹൈദരാബാദ് പോലീസ് ടാസ്ക് ഫോഴ്സ് കടന്നു ചെന്നത്. താരത്തെ വീട്ടിലുണ്ടായിരുന്ന വേഷത്തിൽ അറസ്റ്റ് ചെയ്തത് മുതൽ നാടകീയ രംഗങ്ങൾ. രാവിലെ 11:45 പോലീസ് ജൂബിലി ഹിൽസിലെ നടന്റെ വീട്ടിലെത്തുന്നു. 12 മണിയോടെ അറസ്റ്റിനെക്കുറിച്ച് അല്ലുവിനെ അറിയിക്കുന്നു. കൃത്യം 12:15 വീട്ടിലുണ്ടായിരുന്ന വേഷത്തിൽ അറസ്റ്റ് ചെയ്ത് ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക്. ഉച്ചയ്ക്ക് 1 മണിയോടെ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് താരത്തെ എത്തിച്ചു. 2:10 ഗാന്ധി ആശുപത്രിയിലേക്ക് നടനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. 2:50 വൈദ്യപരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക്. 3:20 നാമ്പള്ളി കോടതിയിൽ ഹാജരാക്കി. 4 മണി മുതൽ കോടതി നടപടികൾ. സമാന്തരമായി പോലീസിന്റെ നീക്കങ്ങൾ. താരത്തെ റിമാൻഡ് ചെയ്തു. വൈകിട്ടോടെ ഹൈക്കോടതിയിൽ അല്ലു അർജുന്റെ ഹർജിയിൽ വാദം തുടങ്ങി. ഒപ്പം ജയിലിലേക്ക് മാറ്റാൻ പോലീസിന്റെ നീക്കവും. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ നായകന് ജയമുറപ്പായി. വീണ്ടുമതാ പോലീസിന്റെ വക ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ്. ഇടക്കാല ജാമ്യ ഉത്തരവിന്റെ പകർപ്പ്
ജയിലിൽ എത്താത്തതിനെ തുടർന്ന് നടന്റെ മോചനം സാധ്യമായില്ല. രാത്രി മുഴുവൻ താരത്തിന് ചഞ്ചൽഗുഡ സ്റ്റേഷനിലെ ജയിലിൽ കഴിയേണ്ടി വന്നു. ഇന്ന് രാവിലെ കോടതി ഉത്തരവ് വന്ന ശേഷമായിരിക്കും ഇനി ജയിൽ മോചനം. ആന്റി ക്ലൈമാക്സിൽ നായകന്റെ നീക്കങ്ങൾ എന്താകുമെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക് 24. യെസ്, അപ്പോൾ ആ ട്വിസ്റ്റിന്റെ ഒടുക്കം ഇന്ന് എന്താണ് ട്വിസ്റ്റ്? ഇന്നിപ്പോൾ എന്തായാലും ജാമ്യ ഉത്തരവുള്ളത് കൊണ്ട് തന്നെ അത് കോടതിയിൽ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അല്ലു അർജുന് പുറത്തേക്ക് ഇറങ്ങാം. അത് കഴിഞ്ഞാണ് ക്രിസ്ത്യൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതികരണം അല്ലു അർജുന്റെ ഭാഗത്തുണ്ടാകുമോ എന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. അതുണ്ടാകുമോ ഇല്ലയോ എന്ന് നോക്കാം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഹാജരുണ്ട്. മലബാർ വാലിയുണ്ട്, ബീന ജയുണ്ട്, സീന സതീഷുണ്ട്, റീന സതീഷനുണ്ട്, അരുൺ ജി മുട്ടടയുണ്ട്. അപ്പോൾ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ അല്ലെങ്കിൽ വേഗപ്പൂട്ട് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അദ്ദേഹം അങ്ങനെ കുറെ കാഴ്ചകൾ കണ്ടു. ഇന്നലെ നമ്മുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? യെസ്, അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് രമേശ് ചെന്നിത്തല പുതിയ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാരിനെതിരെ. സർക്കാരിന്റെ KSEBക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ് രമേശ് ചെന്നിത്തല രേഖകളടക്കം പുറത്തു കൊണ്ടുവന്ന് സൂചിപ്പിച്ചത്. ഇപ്പോൾ 24 അന്വേഷണത്തിലും ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. പത്തനംതിട്ട മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാർബോറണ്ടം കമ്പനി KSEBയുമായുള്ള കരാർ ലംഘിച്ചു എന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. കരാർ ലംഘിച്ചെന്ന് കാണിച്ച് 2022 KSEB കമ്പനിക്ക് നൽകിയ നോട്ടീസ് 24 ലഭിച്ചു. വൈദ്യുതിക്ക് വില കുറവുള്ള സമയം കമ്പനി വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയെന്നും കണ്ടെത്തൽ. 24 ഫോളോ. മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കരാർ 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. പിന്നാലെ കരാർ കാലയളവിൽ തന്നെ കമ്പനി നടത്തിയ കരാർ ലംഘനത്തിന്റെ തെളിവുകളും 24 ലഭിച്ചു. കാർബോറണ്ടം കമ്പനിയുടെ 3 സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങണമെങ്കിൽ മണിയാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പൂർണ്ണമായും ഉപയോഗിച്ചു തീർക്കണം. ഇതാണ് കരാർ. എന്നാൽ കമ്പനി ചെയ്തത് വൈദ്യുതിക്ക് വിലക്കുറവുള്ള പകൽ സമയം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി. വിലക്കൂടുതലുള്ള രാത്രി നേരങ്ങളിൽ നേരത്തെ ഉൽപ്പാദിപ്പിച്ച് KSEB ഗ്രിഡിലേക്ക് മാറ്റിയ വൈദ്യുതി തിരികെയെടുത്തു. ഇത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് കാട്ടി കമ്പനിക്ക് KSEB കത്തയച്ചു. കാർബോറണ്ടം കമ്പനിക്ക് മണിയാർ പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള 30 വർഷത്തെ കരാർ ഈ മാസം അവസാനിക്കും. എന്നാൽ വ്യവസായ വകുപ്പ് ഇടപെട്ട് 25 വർഷം കൂടി കരാർ നീട്ടി നൽകാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് എന്തായാലും എന്താണ് ഇനിയിപ്പോൾ എങ്ങനെയാണ് അതിൽ എന്തുകൊണ്ട് ലംഘിക്കപ്പെട്ടു കരാർ, എന്തുകൊണ്ടാണ് കരാർ നീട്ടി നൽകുന്നത്, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം സർക്കാർ എന്ന് നൽകും എന്ന് നമുക്ക് നോക്കാം അല്ലേ? ഇന്നലെ ഇതേപോലെ സമയത്ത് നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പക്ഷേ പ്രേക്ഷകർ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തുകൊണ്ടാണ് ഇന്നലെ മോർണിംഗ് വാക്കിന് വരാതിരുന്നത് എന്നുള്ളത്. അകാലത്തിൽ പൊലിഞ്ഞു എന്ന് പറയാം. അകാലത്തിൽ പൊലിഞ്ഞതൊരു അപകട മരണമാണ്. 4 കുഞ്ഞുങ്ങളുടെ വിടവാങ്ങൽ ദിനമായിരുന്നു ഇന്നലെ. മിനിഞ്ഞാന്ന് നടന്നൊരു അപകടം. ഇന്നലെ അവർക്ക് നാട് വിട നൽകുന്ന കാഴ്ച നമ്മൾ വികാരനിർഭരമായി കണ്ടതാണ്. ഇന്നിപ്പോൾ പാലക്കാട് കരിമ്പ പനയമ്പാടത്ത് ഈ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സുരക്ഷാ ഓഡിറ്റിംഗ് നടക്കാൻ പോവുകയാണ്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ടീമാണ് ഈ പരിശോധന നടത്തുക. അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തരമായി എടുക്കേണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇന്നലെ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലാണ് സുരക്ഷാ ഓഡിറ്റിംഗ് നടത്താൻ തീരുമാനമായത്. വാഹനങ്ങളുടെ അമിത വേഗം നിയന്ത്രിക്കാൻ സ്ഥലത്ത് പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മരിച്ച 4 കുട്ടികളുടെയും വീട് ഇന്ന് സന്ദർശിക്കും. ഇനി അതുമായി ബന്ധപ്പെട്ട തുടർവാർത്ത തന്നെയാണ്. ദേശീയപാത 66 പ്രധാന അപകട മേഖലയാണ് മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വളവ്. അപ്പോൾ പാലക്കാട് നിന്ന് മലപ്പുറത്തെത്തിയാലും ഇതേപോലെ തന്നെയുള്ള പ്രശ്നമുണ്ട്. കഴിഞ്ഞ മാസവും വട്ടപ്പാറയിൽ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. 6 വരിപ്പാതയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പാലം തുറക്കുന്നതോടെ വട്ടപ്പാറ വളവ് ഓർമ്മയാകും. ദേശീയപാത 66 വളാഞ്ചേരിക്കും വെട്ടിച്ചിറക്കും ഇടയിലാണ് വട്ടപ്പാറ വളവ്. 90 ഡിഗ്രി വളവും ചെങ്കുത്തായ കയറ്റവും ഇറക്കവും ഒപ്പം റോഡിനോട് ചേർന്ന് താഴ്ചയും. ഇതുവഴി വരുന്ന വാഹനങ്ങൾ പെട്ടെന്നാണ് വലത്തേക്കുള്ള ഒരൊറ്റ ഹെയർപിൻ വളവ് ശ്രദ്ധിക്കുക. ഇതോടെ പെട്ടെന്ന് വലത്തേക്ക് ഒറ്റയടിക്ക് വെട്ടിത്തിരിക്കുകയും വണ്ടി ഇടതുവശത്തേക്ക് പാളി ഇടതുഭാഗത്തെ താഴ്ചയിലേക്ക് മറിയുന്നതുമാണ് പതിവ്. ചരക്ക് വാഹനങ്ങളും ടാങ്കർ ലോറികളുമാണ് അപകടത്തിൽപ്പെടുന്നതിൽ അധികവും. അർദ്ധരാത്രിയിൽ വാഹനം മറിയുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് ചാടിയണീറ്റാണ് പ്രദേശവാസികൾ പലപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. സ്ഥിരമുള്ള അപകടമുള്ള സ്ഥലം തന്നെയാണ്. അല്ലാതെ വേറെ വേണ്ടാത്ത അനാവശ്യങ്ങളായിട്ട് ഞങ്ങൾ അതൊന്നും പറയാറില്ല. ഇവിടെ വണ്ടികൾ മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞങ്ങൾക്ക് ചിലപ്പോൾ കറണ്ട് കിട്ടില്ല. ലോറി മറിഞ്ഞു കഴിഞ്ഞാൽ, ടാങ്കർ ലോറികൾ മറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാധാരണ കറണ്ട് കിട്ടാനില്ല. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളിലെ വാതക ചോർച്ചയും ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കലും ഇവിടുത്തെ പ്രദേശവാസികൾക്ക് പുതിയ കാര്യമല്ല. ഓവർ സ്പീഡായിട്ട് ന്യൂട്രാക്കിയിട്ട് മലന്ന് ന്യൂട്രാക്കിയിട്ട് വരാം. ഒരു ഫയർ ബോക്സ് ഇവിടെ അർജന്റാണ്. ഇവിടെ 6 വരിപ്പാതയുടെ പണി പൂർത്തിയാകുന്നതോടെ ഈ വയഡക്ട് പാലവും തുറക്കും. വട്ടപ്പാറ വളവ് ഓർമ്മയാകും. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് വട്ടപ്പാറ തൊടാതെ പോകാനാകും. 4 കിലോമീറ്ററും 100 മീറ്ററും ദൂരമുള്ള 2 പാലങ്ങൾ. പാലത്തിന്റെ പണി അന്തിമഘട്ടത്തിലാണ്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വട്ടപ്പാറ വളവ് ഓർമ്മയാകും. ഒപ്പം അപകടങ്ങളും ഒഴിവാകുമെന്നാണ് പ്രതീക്ഷ. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പ്രജിൻ, അതാണ് ഇപ്പൊ ഈ വട്ടപ്പാറയിലെ പ്രദേശവാസികളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് അറിയാം. ഓരോ ദിവസവും രാത്രി അവർ ഉറങ്ങുമ്പോൾ പകുതി ബോധത്തിലാണ് ഉറങ്ങുന്നത്. കാരണം എപ്പോഴും ഒരു നിലവിളി ശബ്ദം അവിടെ ഒന്നുണ്ടാകാം. അപ്പോൾ തന്നെ ഇറങ്ങി അവരെ രക്ഷപ്പെടുത്തുക എന്നൊന്ന് ആലോചിച്ച് നോക്കി. അതെ അതെ. പിന്നെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ സുരക്ഷാ ഓഡിറ്റിംഗ് ഇവിടെ മാത്രം നടത്തിയാൽ പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സംസ്ഥാനത്തിന്റെ ഈ ഹൈവേ കടന്നു പോകുന്ന പലയിടങ്ങളിലും ഇങ്ങനെ നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഏരിയകളുണ്ട്. അവിടെയൊക്കെ ഈ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്ന മാർക്ക് ചെയ്തിരുന്നു. പക്ഷെ അത് മാത്രം പോരാ. കുറച്ചുകൂടെ കാര്യമായി കൂടുതൽ അപകടങ്ങൾ എന്നും സ്ഥിരമായി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. കാരണം നമുക്ക് ഇനിയും ഇത് ആവർത്തിക്കപ്പെടാൻ കഴിയില്ല എന്നതാണ് അല്ലേ? കാരണം ഇന്നലെ തന്നെ പറഞ്ഞതാണ് കഴിഞ്ഞ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ആ രീതിയിൽ ഒരു ആപ്പ് ഉണ്ടാക്കി, അതായത് എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ ഡ്രൈവർമാർക്കും അത് ലഭ്യമാക്കുന്ന രീതിയിൽ അവര് കൃത്യമായി ആ ഒരു ബോധ്യം ഓർക്കണം. ഇപ്പൊ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വളവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെതായ ജാഗ്രത സൂക്ഷിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പൊതുവായ സംവിധാനം വേണമെന്ന് തോന്നുന്നു. നമ്മുടെ പ്രേക്ഷകർ വരുന്നുണ്ട്. നമ്മളിപ്പോ എവിടെയുള്ളതെന്ന് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാവും. വീണ്ടും വൈകി എത്തിയവർക്കായി പറയുകയാണ്, നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി എത്തിയിട്ടുള്ളത് വൈറ്റിലേക്ക് അടുത്താണ്. ഇവിടെ കുന്നറ പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കുണ്ട്. അത് ഈ പറയുന്ന KMRL-ഉം കൊച്ചി നഗരസഭയും ഒക്കെ ചേർന്ന് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഭയങ്കര മനോഹരമായി അതിൻ്റെ ഡിസൈൻ ഉള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ സ്റ്റേജ് ഒക്കെ ഉണ്ട്. ഇവിടെ ഓപ്പൺ ജിമ്മുണ്ട്. പിന്നെ ഒരു ചെറിയ മ്യൂസിയം ഒക്കെ ഉണ്ട്. അതൊക്കെ പോകെ കാണിച്ചു തരാം. വളരെ നൈസായിട്ട് തൊട്ടടുത്ത് ചമ്പക്കര നമ്മുടെ പുഴയുണ്ട്. അപ്പം ഒരു വല്ലാത്തൊരു വൈബാണ് ഇവിടെ. ഇങ്ങനൊരു പ്ലേസ് ഈ പറയുന്ന തിരക്കിനിടയിൽ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ള വളരെ നല്ലൊരു സ്പേസ് ആണ്. ഇതിന്റെ ഡിസൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനിയുണ്ട് കാഴ്ചകൾ കാണാൻ. അതെ, നമ്മുടെ സുമിത്ത് അവിടെ പോയി പുഴയുടെ ദൃശ്യങ്ങൾ കൂടെ പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് അത്ര വ്യക്തമാവില്ല. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ മനോഹരമായ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തും. നമ്മുടെ പ്രേക്ഷകരൊക്കെ റെഡിയാണ്. നമ്മുടെ സീനിയർ ടീച്ചർ പറയുന്നു ഇന്ന് ശനിയാഴ്ചയാണ്, അവധിയാണ്. പക്ഷെ എന്നാലും നമ്മളോടൊപ്പം രാവിലെ 6 മണിക്ക് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പലരും കമന്റ്സ് പറയുന്നുണ്ട്. ഇപ്പൊ ബീന സുരേഷ് പറയുന്നു ഇച്ചിരി ലേറ്റ് ആയി പോയി, ഡ്യൂട്ടി 9 മണി ആയതിനാൽ മടി പിടിച്ചു കിടന്നു. പക്ഷെ എന്നാലും വന്നല്ലോ. അപ്പൊ കൃത്യമായി നടക്കുക, നല്ലതായി എല്ലാം. അപ്പൊ നിങ്ങളുടെ കമന്റുകളിലേക്ക് പോരട്ടെ. സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. 6:20 ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. മഴ സാഹചര്യം എന്താണ് സംസ്ഥാനത്ത് എന്ന് നോക്കാം. സംസ്ഥാനത്ത് വരുന്ന 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെട്ടേക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ആണ് ചേരുന്നത്. പ്രതീഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. നമ്മുടെ ഒരു പ്രേക്ഷകയായ മിനി ബാബു, സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ ചോദിച്ചിരുന്നു ഇന്ന് റെയിൻ അലർട്ട് ഉണ്ടോ, ആലപ്പുഴക്കാരിയാണ്, ഏതൊക്കെ ജില്ലകളിലാണ് ഇന്ന് എന്തെങ്കിലും അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ പ്രേക്ഷകർക്ക്? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ പെയ്യുന്നു എന്നതാണ് നമുക്ക് തന്നെ ലഭിക്കുന്ന വിവരം. സാധാരണഗതിയിൽ രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ മഴ മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുതുക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് ഈ മുന്നറിയിപ്പിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരത്തിലാണ്. ഈ നഗരത്തിൽ രാവിലെ മുതൽ തന്നെ ഈ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. അതിശക്തമായ മഴ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ചാറ്റൽ മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ അനുഭവപ്പെടുന്നത്. കൊല്ലം ജില്ലയിലും ഈ ഒറ്റപ്പെട്ട മഴയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ വരുന്ന 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നതാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് വീണ്ടും മഴയെത്തിയത്. അത് റെഡ് അലർട്ടിലേക്കും പിന്നീട് ഓറഞ്ച് അലർട്ടിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലായിരിക്കും പ്രധാനമായും ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ ഈ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരാനുള്ള സാധ്യതയുമാണ് നമ്മൾ കാണുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത.
നോക്കാം വരും മണിക്കൂറിൽ മഴ അലേർട്ടിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത്. ഇനി മറ്റൊരു ലോക്സഭയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗം കണ്ടിരുന്നു. പല ബോഡി ലാംഗ്വേജിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന ചില ചലനങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ എന്താണ് ഇന്ന് ലോക്സഭയിൽ നടക്കുക എന്നത് നമുക്ക് നോക്കാം. ഭരണഘടന സംബന്ധിച്ചുള്ള ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ചകൾക്ക് മറുപടി പറയും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും ഇന്ന് സംസാരിക്കുമെന്നാണ് സൂചന. അടിയന്തരാവസ്ഥ ആയുധമാക്കി കോൺഗ്രസിനെ ആക്രമിക്കാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കൂടിയാലോചനാ യോഗത്തിൽ BJPയുടെ പുതിയ തീരുമാനം. വിദേശ വ്യവസായി ജോർജ് സോറോസുമായി കോൺഗ്രസിനുള്ള ബന്ധവും ഭരണപക്ഷം ഉന്നയിക്കും. അതിനിടെ അദാനി, കോഴ, സംഭാൽ, മണിപ്പൂർ സംഘർഷമടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പാർലമെന്റിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്ന്, ഇനി ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇത്തവണ നടപ്പിലാക്കുമെന്ന് നമ്മളേറെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അത് നേരത്തെ ആ നിലപാട് സർക്കാർ വ്യക്തമാക്കിയതുമാണ്. പറഞ്ഞു വരുന്നത് വൺ നാഷൻ വൺ ഇലക്ഷൻ അല്ലേ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. പക്ഷെ അത് നമ്മൾ കാത്തിരിക്കണം. എനിക്ക് ഇനിയും ഒരു ദശകത്തോളം 10 വർഷത്തോളം കാത്തിരിക്കണം. അതിന്റെ ഒരു പ്രാരംഭ നടപടികളിലാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് അല്ലേ. പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയെങ്കിലും ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ ഇനിയും 10 വർഷം കാത്തിരിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ. അതിലേക്ക് നമുക്ക് പോകാം. എന്തുകൊണ്ട് നമ്മൾ 10 വർഷം കാത്തിരിക്കണം? ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നിർദ്ദേശമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു. നിയമസഭ, പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെങ്കിൽ ഭരണഘടനയിൽ 82A എന്ന പുതിയ ആർട്ടിക്കിൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. 82A(1) എന്ന പുതിയ വ്യവസ്ഥ പ്രകാരം പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയുടെ ആദ്യ സിറ്റിംഗിന്റെ തീയതി രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട്. നിയമന തീയതി എന്നാണ് ഇതറിയപ്പെടുക. 82A(2) എന്ന വ്യവസ്ഥ പ്രകാരം പ്രസ്തുത നിയമസഭകൾക്കും അടുത്ത പാർലമെന്ററി തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ കാലാവധി ഉണ്ടാവുകയുള്ളൂ. അതായത് അവയുടെ കാലാവധി വെട്ടിച്ചുരുക്കപ്പെടും. നിലവിൽ 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സിറ്റിംഗ് കഴിഞ്ഞതിനാൽ ഇനി 2029 പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ആദ്യ ലോക്സഭാ സിറ്റിംഗിന്റെ നിയമന തീയതി വിജ്ഞാപനം ചെയ്യാനാകൂ. 2034 മാത്രമേ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനാവുകയുള്ളൂ എന്നാണ് ഇതിനർത്ഥം. ബില്ല് 2025 പാസായാൽ തന്നെയും നീണ്ട കാത്തിരിപ്പിനു ശേഷം മാത്രമായിരിക്കും ആശയം യാഥാർത്ഥ്യമാവുകയുള്ളൂവെന്ന് ചുരുക്കം. റിസർച്ച് ഡെസ്ക് 24. യെസ്, അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞു കുന്നറ പാർക്കിലാണ്. അടുത്തൊരു വളരെ രസകരമായ ഒരു കാഴ്ച, ഇവിടെയുള്ള കാഴ്ച കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയ മ്യൂസിയം എന്ന് പറയുമ്പോൾ വലിയ മ്യൂസിയം അല്ല, ഒരു ചിത്രങ്ങളുടെ ഒരു പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. ആ ചിത്രങ്ങൾക്ക് ഏറെ പ്രത്യേകതയുണ്ട്. ഇതൊരു പ്രത്യേക ആൾ വരച്ച ചിത്രമാണ്. അത് ആര് വരച്ചു എന്നതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് പ്രേക്ഷകർക്ക് അറിയുന്ന ആളാണ്, എഡ്മണ്ട് തോമസ് ക്ലിന്റ്. ക്ലിന്റ് എന്ന് പറയുന്ന ആ അത്ഭുത ബാലന്റെ പ്രതിഭ എന്താണെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ്. 1976 ജനിച്ച് 83 വരെ മാത്രം ജീവിച്ചിരുന്ന ഒരു അത്ഭുത ബാലൻ, അതാണ് ക്ലിന്റ്. അപ്പോൾ ക്ലിന്റ് വരച്ച ചിത്രങ്ങളിലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആ ചിത്രങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പോവാം. ഇതൊക്കെ കണ്ടോ രാഹുലെ? ഈ ചിത്രങ്ങളൊന്ന് കാണിക്കുക. ഇതൊക്കെ ക്ലിന്റ് വരച്ച ചിത്രങ്ങളാണ്. സൺസെറ്റ് ബൈ ദി ബാംബൂ റീഡ്സ് എന്ന് പറയുന്ന ചിത്രങ്ങൾ അത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അല്ലേ. ആ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ വളരെ കൃത്യതയോടെയും ആ വരകളുടെ കൃത്യതയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒടുവിൽ നമ്മളെ ക്ലിന്റ് വിട്ടുപിരിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു തലമുറയുടെയൊക്കെ ഒരു വേദനയായിട്ട് 7 വയസ്സ് വരെ മാത്രം ജീവിച്ച ക്ലിന്റ് പക്ഷെ ഈ ലോകത്തിന് ഒരുപാട് സന്ദേശം നൽകുകയും ആയിരക്കണക്കിന് ചിത്രങ്ങൾ വരച്ചു എന്നുള്ളതാണ്. ദ തെയ്യം ഓഫ് മുച്ചിലോട്ട് ഭഗവതി. ഈ ചെറിയ കാലയളവിനുള്ളിൽ അത്രയും ചിത്രങ്ങൾ അതുപോലെ ചുണ്ടൻ വള്ളങ്ങളുടെ വള്ളംകളി, അതേപോലെ തന്നെ ആന എഴുന്നള്ളിപ്പ് അമ്പലങ്ങളിലെ. നമ്മുടെ സുമിത്തും രാഹുലും ഡയസും ഒക്കെ ചേർന്നാണ് ഈ ചിത്രങ്ങൾ പ്രേക്ഷകരിൽ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ചിൽഡ്രൻ സ്ട്രോളിംഗ് ബൈ ദ ഗാർഡൻ എന്ന് പറഞ്ഞ മറ്റൊരു ചിത്രം, ദ ടൈഗ്രസ് ആൻഡ് ദി കബ് എന്ന് പറഞ്ഞ മറ്റൊരു ചിത്രം. അങ്ങനെ ഇവിടെ വരുന്നവർക്ക് ഇതുകൂടി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ക്രിസ്റ്റീന, അപ്പോൾ നമുക്ക് കുന്തറ പാർക്കിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. നമുക്ക് ഇവിടുത്തെ കൗൺസിലർ അല്പസമയത്തിലേക്ക് നമ്മുടെ കൂടെ ചേരുകയും ചെയ്യും. ഒരുപാട് പേർ നടക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓടാനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്ത പാർക്കാണ് കുന്നറ പാർക്ക് അല്ലേ. അതെ, നമ്മൾ ഗംഭീരമായ ആംബിയൻസിലാണ്. പെട്ടെന്ന് ഞാൻ ക്ലിന്റിനെ ഓർത്തു. കാരണം ആ സമയത്തൊക്കെ ഒരുപാട് വാർത്തകളിലും ഓരോ വർഷവും ക്ലിന്റിന്റെ ഓർമ്മകളും ചിത്രങ്ങളും അച്ഛനും അമ്മ ഈ അടുത്തിടെയും ക്ലിന്റിന്റെ അച്ഛൻ ആ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് മറ്റു വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും തിരികെ എത്തും.